ജന്മജന്മാന്തരകൃതം പുണ്യം ഭാഗവതം ലഭ്യേത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് വ്യാസഭഗവാൻ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുക എന്നുള്ളത് ശരീരത്തെ നമ്മൾ എത്രത്തോളം ആഹാരം കഴിച്ച് പുഷ്ടിപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെ മനസ്സിനെയും നമ്മൾ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. നാമസങ്കീർത്തനമല്ലാതെ മറ്റൊരു മാർഗവും മനസ്സിന് ശക്തി ഉണ്ടാകുന്ന പ്രക്രിയയില്ല. എത്രത്തോളം നാമം ജപിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ശക്തി ഉണ്ടായി, മനസ്സിലെ അശുദ്ധി മാറി. അശുദ്ധി എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതാണ് അശുദ്ധി. എപ്പോഴും ഒരു സൽ ചിന്തയിലേക്ക് മനസ്സിനെ പരിവർത്തനപ്പെടുത്തുക. അങ്ങനെ പരിവർത്തനപ്പെടുത്തുമ്പോൾ ഏത് പ്രതിസന്ധികൾ വന്നാലും, നമ്മുടെ ശരീരത്തിനൊരു ക്ഷതം വന്നാൽ പോലും നമ്മൾക്കത് താങ്ങാനുള്ള ശക്തിയും കഴിവും ഉണ്ടാകും, അതിന് സംശയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭീഷ്മാചാര്യർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ അമ്പു തറച്ച് ശരശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ഒരു സെക്കൻഡ് പോലും തളർന്നില്ല. അപ്പോഴും അദ്ദേഹം എന്ത് ജപിക്കുകയായിരുന്നു? വിഷ്ണു സഹസ്രനാമം ജപിക്കുകയായിരുന്നു. അപ്പൊ ഇതൊക്കെ മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങളുള്ള ബൃഹത്തായ ഗ്രന്ഥമായ മഹാഭാരതത്തിൽ ഇതൊക്കെ എഴുതി വ്യാസൻ വെക്കുമ്പോൾ അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്താ? ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിനെ തളർത്താൻ പറ്റാത്ത ജപത്തിൽ നിൽക്കുകയായിരുന്നു. ഏത്? വിഷ്ണു സഹസ്രനാമം. അതുപോലെ ഏതൊരു മനുഷ്യനും നമ്മളുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അവരെ ഒരുത്തർക്കും തളർത്തുവാനും സാധിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് അതിലൂടെ. വിഷ്ണു സഹസ്രനാമത്തിൽ നമോസ്തനന്തായ സഹസ്രമൂർത്തയ സഹസ്രപാദാക്ഷി ശിരോരൂപാകവേ സഹസ്രനാമ്നേ പൂരുഷായ ശാശ്വത